ദുബായിൽ ഞാൻ താമസിക്കുന്ന റൂമിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടപ്പോൾ ഇത്രയും പൈസയും കൊടുത്തിട്ട് ഞാനിവിടെ എന്തിനാണ് നിൽക്കുന്നതെന്ന് കുറേ പേര് ചോദിച്ചു. ഒന്നാമത് ഇവിടുത്തെ അവസ്ഥ മോശമല്ലേ, നിനക്ക് വല്ല ബെഡ് സ്പേസിലങ്ങ് നിന്നാൽ പോരെ എന്നാണ് കുറച്ച് പേര് ചോദിച്ചത്. അങ്ങനെ ചിന്തിക്കണവരടുത്തൊരു കാര്യം പറയാം. ഞാൻ ദുബായിൽ വന്ന പാടെ തന്നെ ഇതുപോലൊരു പാർട്ടീഷൻ റൂം എടുത്ത് നിന്ന ആളല്ല. ആദ്യം ദുബായിലെത്തുന്ന ഒരു 8-10 പേരടങ്ങിയിട്ടുള്ള ഒരു വലിയൊരു ബെഡ് സ്പേസിലേക്കായിരുന്നു. 5 മിനിറ്റ് എണീക്കാൻ വൈകി കഴിഞ്ഞാൽ കുളിയും പല്ലുതേപ്പോടക്കം പല കാര്യങ്ങളും വൈകി പോകുന്നൊരു കാലം ഉണ്ടായിരുന്നു. AC-യുടെയും ലൈറ്റിൻ്റെയും എന്തിന് രാത്രി കിടന്നുറങ്ങുമ്പോൾ അറിയാതൊന്ന് ചുമച്ച് കഴിഞ്ഞാൽ പോലും അതിനും പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. അതിനുശേഷം ഫ്രണ്ട്സായിട്ട് ഒരു ബെഡ് സ്പേസിലേക്ക് മാറി. അതിനും ശേഷം ഏകദേശം 3-3.5 വർഷത്തിന് ശേഷമാണ് ഞാൻ സ്വന്തമായിട്ടൊരു പാർട്ടീഷൻ റൂം എടുത്തത്. ഇതത്രയ്ക്ക് ആഡംബരമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞാനിപ്പോൾ ഇവിടെ അത്രയും സർവൈവ് ചെയ്യാനുള്ള ഏറ്റവും വലിയ റീസൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു പാർട്ടീഷൻ റൂമാണ്. ആദ്യമായിട്ട് ദുബായിലെത്തുന്ന ആളുകൾ ഏറ്റവും ചീപ്പായിട്ടുള്ള റൂമുകളായിരിക്കും ചൂസ് ചെയ്യുക. കാരണം അവരുടെ ശമ്പളമൊക്കെ അതുപോലെ ആയിരിക്കും. പക്ഷേ അത് കഴിഞ്ഞിട്ടും അത്യാവശ്യം ശമ്പളമായി കഴിഞ്ഞാൽ പോലും അതേ ബെഡ് സ്പേസിൽ തന്നെ പിശുക്ക് കാരണം നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. പക്ഷേ ചില ആളുകളുണ്ട് കിട്ടുന്ന ശമ്പളത്തിൻ്റെ പകുതിയും നല്ലൊരു റെൻറ്റ് കൊടുത്ത് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒന്നുമില്ലെങ്കിൽ നാടും വീടൊക്കെ വിട്ട് നിൽക്കണവരല്ലേ, കുറച്ച് കാര്യത്തിലൊക്കെ കോംപ്രമൈസ് ചെയ്യാതിരിക്കാം.